2021 വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും ഏറ്റവും അധികം ബാധിച്ച കോട്ടയം ജില്ലയിലെ കൂട്ടിക്കൽ ഗ്രാമപഞ്ചായത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ സമീപനവും എന്തൊക്കെയാണ് ഇവിടുത്തെ രാഷ്ട്രീയ ചൂടും എന്ന് നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചറിയാം. എങ്ങനെയാണ് ഇവിടെ പഞ്ചായത്തിലെ ഇലക്ഷൻ്റെ ചൂടൊക്കെ എവിടെ വരെ എത്തി? ഇലക്ഷൻ്റെ ചൂട് ആയി വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പം നല്ലൊരു ഇതിലായിട്ടില്ല. വീടുകളിൽ കയറിയുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ LDFിന്റെ ഭരണമാണ് സാധ്യത. ഇപ്പം തുടർഭരണം സാധ്യതയുണ്ടോ? തുടർഭരണം സാധ്യതയില്ല. ഇല്ല. കാരണം LDFിന്റെ ഭരണസമിതി അത്രയും മോശമായിരുന്നു എന്നാണ് പറഞ്ഞു വരുന്നത്. ഭരണസമിതി മോശമായിട്ടുള്ളതിൻ്റെ കാര്യമല്ല. ഇപ്പം നമ്മുടെ കേരളം ഭരിക്കുന്ന ഇതിൻ്റെ ഇത് വെച്ച് നോക്കുമ്പോൾ വികാരം അതുകൊണ്ട് ഈ പ്രാവശ്യം പഞ്ചായത്ത് UDF തന്നെ വരുമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. UDF ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് പഞ്ചായത്ത് നല്ലൊരു രീതിയിലാണ് ഇവിടെ പോയിക്കൊണ്ടിരുന്നത്. നല്ല നല്ല വികസനങ്ങളും നല്ല നല്ല പ്രവർത്തനങ്ങളും കാണിച്ചു വെച്ചിട്ടുണ്ട്. വികസനം എത്തിയിട്ടില്ല അവരവരുടെ പാർട്ടികൾക്ക് എത്തിയിട്ടുണ്ട്, അല്ലാതെ മൊത്തത്തിലായിട്ടൊന്നും ഇവിടെ എത്തിയിട്ടില്ല. ഈ വെള്ളപ്പൊക്കത്തിന് ശേഷം ഇവിടുത്തെ ജീവിത നിലവാരം എങ്ങനെയാണ്? എല്ലാവരുടെയും ജീവിതം എങ്ങനെയാണ്? ഒന്ന് പച്ചപിടിക്കാനായിട്ട് ഇത്തിരി പാടുപെട്ടില്ലേ? അത് നല്ല രീതിയിൽ പാടുപെട്ടിട്ടുണ്ട്. ബുദ്ധിമുട്ടുകൾ ഇപ്പോഴും ഉണ്ടോ? ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറി വന്നുകൊണ്ടിരിക്കുന്നു. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലുമൊക്കെ ആശ്വാസമായിട്ടുള്ള കാര്യങ്ങൾ? സർക്കാരിന്റെ ഭാഗത്തുനിന്നായിട്ടുള്ള ആനുകൂല്യങ്ങൾ എന്ന് പറയാനായിട്ടില്ല. സർക്കാരിന്റെ ഭാഗത്തായിട്ട് വെച്ച് വീടുകൾ പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അതൊന്നും ഇതുവരെയായിട്ടും പൂർത്തിയായിട്ടില്ല. ചേട്ടാ, 2021 വെള്ളപ്പൊക്കം ഇവിടെ എത്രത്തോളം ബാധിച്ചായിരുന്നു? ശരിക്കും ബാധിച്ചു. ഇവിടുത്തെ ജനങ്ങളെല്ലാം വലിയ ബുദ്ധിമുട്ടിലും പ്രയാസത്തിലും ഒക്കെ ആയിരുന്നു ജീവിച്ചത്. അത് വിവിധ സംഘടനകൾ പിന്നെ സഹായിച്ചു. മുസ്ലിം സംഘടനകൾ, ക്രിസ്ത്യൻ സംഘടനകൾ, അതുപോലുള്ള സംഘടനകൾ ഒരുപാട് സഹായിച്ചു. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങോട്ട് ഈ ഫോമൊക്കെ പൂരിപ്പിച്ച് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞു. അതിൽ മിക്കവരും കൊടുത്തു. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നൊന്നും ഒരു സഹായം കിട്ടിയിട്ടില്ല. ഈ സംഘടനകൾ ഒരുപാട് സഹായിച്ചു. ഈ കടയിൽ എത്രമാത്രം വെള്ളപ്പൊക്കം ബാധിച്ചിരുന്നു? കടയിൽ എൻ്റെ കടയ്ക്കകത്ത് മുട്ടുനീര് വെള്ളം കയറിയായിരുന്നു. ഞാനും കട തുറന്നിരിക്കുകയായിരുന്നു. അത് 12 കാലമായപ്പോൾ തന്നെ വെള്ളം. ഒരുപാട് സമയം നിന്നില്ല, ഒരു 5 മിനിറ്റ് അങ്ങേയറ്റം. ഇവിടുന്നും അവിടുന്നും കൂടെ വെള്ളം ഇങ്ങോട്ട് വന്നിട്ട് ഇത് ഇങ്ങനെ കൂട്ടിമുട്ടുമായിരുന്നു. അപ്പോൾ എല്ലാവരും അങ്ങ് പോയി. നിലവിൽ ഇവിടെ LDF ആണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയുണ്ട് LDFിന്റെ ഭരണം? തിരിച്ച് തുടർഭരണം അവർ കയറുമോ ഈ പഞ്ചായത്തിൽ? അതേപ്പറ്റി ഒന്നും പറയാനൊക്കത്തില്ല. ഒരു ചോദ്യം കൂടി. PC ജോർജ് MLA ഇവിടെ വീണ്ടും മത്സരാർത്ഥിയായി BJPയിൽ മത്സരിക്കാൻ വന്നാൽ നിങ്ങൾ ജയിപ്പിക്കൂ? ജയിപ്പിക്കാൻ സാധ്യത കുറവാണ്. എന്തുകൊണ്ടായിരിക്കാം? എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പുള്ളിയുടെ നിലപാടുകൾ വേറെ രീതിയിലൊക്കെ ആയതുകൊണ്ട് ആണ്. താല്പര്യം ജനങ്ങൾക്കില്ല. അപ്പോൾ ജയിക്കാൻ പാടാം. ഇവിടെ ഞങ്ങളാർക്കും, എന്നെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ആർക്കും പ്രാധാന്യം കൊടുക്കുന്നില്ല. കാരണം എല്ലാവരും ഒരേ വർഗമാണ്. ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് വരാനുള്ളതാണെങ്കിലും ഏതാണെങ്കിലും ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും ഇപ്പം ഒരേ വർഗമാണ്. അത് ജനങ്ങൾക്ക് വേണ്ടി അവരാരും ഒന്നും ചെയ്യുന്നില്ല. അവർക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടെങ്കിൽ മാത്രം അവരതിനകത്ത് ഉൾപ്പെട്ടു നോക്കും. ഇവിടെ ഒന്നുമല്ല ചെയ്യും എന്ന് പറയും. അതല്ലാതെ ഈ 21 വെള്ളപ്പൊക്കത്തിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ അതിന് സർക്കാർ ഒരു സഹായം ചെയ്തിട്ടില്ലെന്നാണ് പറഞ്ഞു വരുന്നത്. സർക്കാർ നാമമാത്രമായിട്ട് വല്ലതൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് തന്നെ എൻ്റെ വീടിൻ്റെ പുറകെ ഷെയ്ഡിങ് ചെയ്യണം. അപ്പോൾ ഈ പറഞ്ഞ കൃഷിഭവനിൽ ചെന്നു, പഞ്ചായത്തിൽ ചെന്നു, വില്ലേജിൽ ചെന്നു, അവർക്കാർക്കും ഒന്നും പറയാനില്ല, ഒന്നും ചെയ്യാനില്ല. അത് അവരുടെ വകുപ്പല്ല. പിന്നെ ആരുടെ അടുത്താണ് ജനങ്ങൾ പോകുന്നത്? അപ്പോൾ ഇവിടുത്തെ വാർഡിലെ മെമ്പർമാരും ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ലെന്നാണ് അവർ പറയുന്നത്. ഭാഗികമായിട്ട് ഇടിഞ്ഞു പോയതിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. മിച്ചമിരിക്കുന്ന കാരണം ചെയ്യത്തില്ല. അത് മൊത്തം നശിച്ചു പോകുമായിരുന്നെങ്കിൽ അവരെന്തെങ്കിലും ചെയ്യാമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ജീവനും കൂടെ പോയി കഴിഞ്ഞാൽ അവരെന്നാ ചെയ്യാനാ? എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന പറഞ്ഞാൽ അവിടെ ഇവിടെ കാണാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്നു, അത്രയ്ക്കേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇരു മുന്നണികളും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നാട്ടുകാർക്ക് പ്രയോജനപ്പെടുന്ന ഒരു കാര്യങ്ങളും ചെയ്ത് കിട്ടുന്നില്ലെന്ന് എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ സ്വന്തം അഭിപ്രായത്തിൽ എനിക്കതൊന്നും തോന്നുന്നില്ല. നേരത്തെ ഇവരെ ഒന്നും ഒരു മനുഷ്യനെ ഞങ്ങൾ കാണാറില്ലായിരുന്നു. തപ്പിയെ പോലും കാണത്തില്ലായിരുന്നു. ഇപ്പോൾ ഇതിലേ പോയെന്ന് പറഞ്ഞാൽ ഇവർ മാത്രമേ ഉള്ളൂ. വോട്ട് തരാമെന്ന് എല്ലാവരോടും ചോദിക്കും. ഞങ്ങൾ പറഞ്ഞ് ചെയ്തേക്കാന്ന് പറയും. ഈ വോട്ട് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ മൈൻഡ് ചെയ്യാത്തൊരു അത് എല്ലാ പാർട്ടിക്കാരുടെയും ഉള്ളതല്ലേ. വോട്ട് കിട്ടി ജയിച്ചവരാരാ എന്നാ ചെയ്തേക്കുന്നത്? കൂട്ടിക്കൽ പഞ്ചായത്തിൻ്റെ സ്ഥിതി അതുപോലെ തന്നെയാണ്. കൂട്ടിക്കൽ പഞ്ചായത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഭാഗങ്ങൾ കുറച്ചൊക്കെ ചെയ്യും, ബാക്കിയെല്ലാം പഴയ കടീസ് തന്നെ കിടക്കുന്നു. വെള്ളപ്പൊക്കത്തിൽ പിന്നെ കുറേയൊക്കെ സഹായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്.
ചെയ്തിട്ടില്ലെന്നല്ല, എല്ലാ പാർട്ടി കാര്യങ്ങളും കൂടി ചെയ്യാവുന്നതെല്ലാം ചെയ്തിട്ടുണ്ട്. ഇവിടെ അല്ലെങ്കിൽ പിന്നെ ഈ ടൗൺ ഇങ്ങനെ കിടക്കുകയല്ലോ. ഇതുവരെ വികസനം എത്തിയിട്ടില്ല ഇങ്ങോട്ട്. കാരണം വെച്ചാൽ ഈ ഇത്രയും വികസനം വന്നാൽ പോരാ, ശരിക്കും പോരാ വികസനം കാലഘട്ടത്തിനനുസരിച്ചുള്ള വികസനം വന്നിട്ടില്ല. മൊത്തം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ ഏരിയകളിൽ നോക്കിക്കഴിഞ്ഞാൽ ഓരോരുത്തടത്തും ഒന്നും ചെയ്യാത്ത ഏരിയകളുണ്ട്, ഇഷ്ടംപോലെ കിടക്കുക. LDF ഭരണസമിതി തന്നെ ഇനിയും അധികാരത്തിൽ വരുമെന്ന് തോന്നുന്നുണ്ടോ? ഇവിടെ LDF അധികാരത്തിൽ വരുമെന്ന് പറയാൻ പറ്റത്തില്ല. സമ്മിശ്ര പ്രതികരണമാണ്. പറയാൻ പറ്റത്തില്ല. LDF അധികാരത്തിൽ വരുമെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം അതിപ്പോൾ ജനങ്ങളുടെ ഇരിക്കുന്ന കാര്യങ്ങളല്ലേ, നമ്മുടെ തന്നെ ഒരാളുടെ ഇരിക്കുന്ന കാര്യമില്ല. മുൻ MLA PC ജോർജിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? PC ജോർജ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അത് പുള്ളി അത് ചെയ്തിരിക്കും. സഹായിക്കാമെന്ന് പറഞ്ഞാൽ സഹായിച്ചിരിക്കും. അല്ല പറ്റിയല്ലെന്ന് ഒരാൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അയാൾ അത് പറ്റിയല്ലെന്ന് തന്നെ പറയും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ പുള്ളി ഞങ്ങൾക്ക് ഒത്തിരി ഉപകാരം ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റാൻഡ് വിഷയത്തിൽ ഒത്തിരി ഉപകാരം ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ കൂടെ നിന്നിട്ടുണ്ട് എല്ലാ കാര്യത്തിലും. അതുപോലൊരു മനുഷ്യനാണ്. ഇപ്പോൾ BJPയിലേക്ക് മാറി അദ്ദേഹം ഒരു മത്സരാർത്ഥിയായി വന്ന് ഇവിടെ വിജയിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? 100% ഞാൻ വോട്ട് ചെയ്യും. ചേട്ടാ, എങ്ങനെയാണ് PC ജോർജിനെ പറ്റിയുള്ള PC ജോർജ് നല്ലൊരു മനുഷ്യനാണ്. കാരണം ആ പുള്ളിയെ കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം ഓരോ പരിപാടികളും അറിയാമല്ലോ, PC ജോർജിനോട് ഓരോന്നൊക്കെ ചെയ്യുന്നതുകൊണ്ട് പുള്ളി അങ്ങനെയൊക്കെ പ്രതികരിക്കുന്നു. അല്ലാതെ പുള്ളിക്ക് സ്വന്തമായിട്ട് പുള്ളി ആരോടും ഒന്നും പറയത്തില്ല. തീർച്ചയായും PC ജോർജ് തിരിച്ചു വരണമെന്നാണ് നിങ്ങളുടെ എല്ലാവരും ആഗ്രഹം. PC ജോർജ് കഴിഞ്ഞ പ്രാവശ്യം നിന്നിട്ട് ഞങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചല്ലേ PC ജോർജിനെ ഇവിടെ നിന്ന്. പിന്നെയും തിരിച്ചു വരണമെന്ന് തിരിച്ചു വന്നാലും ഞങ്ങൾ വോട്ട് ചെയ്യും. കാരണം നല്ലൊരു മനുഷ്യനാണ് പുള്ളി. കാര്യത്തിന് തീരുമാനമുണ്ട്. പുള്ളിയോട് സംസാരിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ സ്റ്റാൻഡുമായിട്ട് ബന്ധപ്പെട്ടെല്ലാം പോയി പുള്ളിയായിട്ട് സംസാരിച്ചു. രാവിലെ വീട്ടിൽ ചെന്ന് ഞങ്ങൾ കണ്ടു. ഞാൻ ചെയ്തേക്കാടാന്ന് പറഞ്ഞു. അന്നപ്പോൾ തന്നെ ഫോൺ വിളിച്ച് കാര്യങ്ങൾ റെഡിയാക്കി തന്നു. അതുകൊണ്ട് ഇതിപ്പോൾ വണ്ടി ഇപ്പോഴും ഇവിടെ കിടക്കുന്നു. ചേട്ടാ, നിലവിലെ ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം എങ്ങനെയാണ്? കോട്ടയം ജില്ലയിലെ ഏറ്റവും കിഴക്കൻ പ്രദേശമായ കൂട്ടിക്കൽ പഞ്ചായത്താണ്. 14 വാർഡ് ഉൾക്കൊള്ളുന്ന കൂട്ടിക്കൽ പഞ്ചായത്ത്. നിലവിലെ CPM ആണ് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസും CPM ആണ് ഇവിടെ കൂടുതലുള്ളത്. ഇപ്പോൾ NDA ഉണ്ട്. എങ്കിൽ തന്നെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും അധികാരത്തിൽ വരും എന്നാണ് ഞങ്ങളെല്ലാവരെയും കണക്കൂട്ടില്ല. NDAക്ക് ഇവിടെ മുഖ്യമായ ഒരു മേൽക്കൈ ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? NDAയും CPM-ആയിട്ട് നേരിട്ട് മത്സരിക്കുന്ന ഒരു 4 വാർഡുകളും ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ അവർ 2ാം സ്ഥാനത്താണ് NDA വന്നത്, BJP വന്നത്. ഈ പ്രാവശ്യം അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. കോൺഗ്രസ് 3ാം സ്ഥാനത്തേ പോകത്തുള്ളൂ. ഇപ്പോഴത്തെ പൊതുവെയുള്ള CPM-ൻ്റെ കഴിഞ്ഞ 10 വർഷത്തെ ഭരണത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും നല്ല ഭരണമല്ലേ നടക്കുന്നത്. 2021 ഇവിടെ ഉരുളുപൊട്ടിയപ്പോൾ സംസ്ഥാന സർക്കാരിനെ പ്രതിനിധിച്ച് 2 മന്ത്രിമാർ, വാസവൻ ചേട്ടനും K രാധാകൃഷ്ണനും, സംസ്ഥാന സെക്രട്ടേറിയറ്റും KJ തോമസ് ഉൾപ്പെടെയുള്ളവർ ഇവിടെ ക്യാമ്പ് ചെയ്ത് ജനങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്തു. അതിനേക്കാൾ ഒരു പാർട്ടി നേരിട്ട് 25 വീടുകൾ ഇവിടുന്ന് 2 കിലോമീറ്റർ അകലെ തേമ്പഴി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ പാർട്ടിയുടെ നല്ല നമ്മളിരിക്കുന്നതെല്ലാം വെള്ളത്തിൽ മുങ്ങിയ ഏരിയ ആയിരുന്നു. ഈ ബിൽഡിങ്ങിൻ്റെ 2 പകുതി വരെയും വെള്ളത്തിനടിയിലായിരുന്നു. അത്രയ്ക്ക് ഈ പ്രദേശം കംപ്ലീറ്റ് വെള്ളത്തിനടിയിരുന്നപ്പോഴും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും ചെയ്തത്. BJPയുടെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് PC ജോർജ് ഇവിടെ വീണ്ടും നിന്ന് കഴിഞ്ഞാൽ പൂഞ്ഞാറിലെ ജനങ്ങൾ അത് സ്വീകരിക്കുമോ? സ്വീകരിക്കത്തില്ല. ആ കാര്യത്തിനെ സംശയിക്കുന്നു. അദ്ദേഹം ഇവിടെ 15 വർഷമായിട്ട് ഇവിടെ ജയിച്ച MLA ആണ്. അതിനുശേഷം അദ്ദേഹം ഒരു വർഗീയ പരാമർശമൊക്കെ നടത്തി അദ്ദേഹം BJPയിലേക്ക് പോയി. ഒരിക്കലും അദ്ദേഹം തിരിച്ചു വരത്തില്ല. ഇനി അടുത്തൊരു ഇലക്ഷൻ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും LDFൻ്റെ സ്ഥാനാർത്ഥി ആരാണ് അവർ ജയിക്കാനാണ് സാധ്യത. ഇപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി, മാധ്യമങ്ങളുടെ പറയുകയുണ്ടായി, ഞാൻ പറഞ്ഞ വാക്കുകളെ തെറ്റായി ധരിച്ചതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം, ഇത്തരത്തിലൊരു പ്രശ്നം അല്ലെങ്കിൽ ഒരു തോൽവി സംഭവിച്ചെന്ന് പറയുന്നു. അപ്പോൾ അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പലപ്പോഴും തെറ്റായി ധാരണ ഉളവാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇല്ല, അദ്ദേഹത്തിൻ്റെ വാക്ക് ഒരിക്കലും തെറ്റായിട്ട് നമുക്ക് ധാരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം ഞാൻ പറഞ്ഞിട്ടുള്ളൂ, അദ്ദേഹം പറഞ്ഞു പോയ കാര്യങ്ങൾ തെറ്റായിരുന്നു അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും അതൊക്കെ പലരുടെയും മനസ്സിനെ വേദനിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കാരണം ഒരു തിരിച്ചുവരവ് അസാധ്യമാണ്. PC ജോർജ് ഇവിടെ MLA ആയിട്ട് തിരിച്ചു വരണമെന്നാണോ ആഗ്രഹിക്കുന്നത്? 100% ആഗ്രഹിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അയാൾ നല്ലൊരു വ്യക്തിപരമായി നല്ലൊരു മനുഷ്യനാണ്. പുള്ളിയുടെ പോസിറ്റീവ് കാര്യങ്ങൾ നമ്മൾ നോക്കിയാൽ മതി. പോസിറ്റീവ് നെഗറ്റീവ് എല്ലാവർക്കും ഉണ്ടല്ലോ. ചില ആൾക്കാർക്ക് പുള്ളി ചെയ്തത് ദോഷകരമായിട്ട് തോന്നും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു എൻ്റെ മോടെ ഒരു വിഷയം വന്നപ്പോൾ പുള്ളി നല്ലതായിട്ട് ചെയ്ത് നമുക്കത് നല്ലൊരു കാര്യങ്ങൾ ചെയ്തു തന്ന ഒരു മനുഷ്യനാണ്. പുള്ളിയുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ നല്ല ആർദ്രമേശമാണ്. വെട്ടൊന്നേ മുറിരണ്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ പുള്ളി ചെയ്തു തരും. പുള്ളി തീർച്ചയായിട്ടും തിരിച്ചു വരണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ആൾ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അങ്ങനെ ആദ്യമാർക്ക് വോട്ടും ചെയ്തിട്ടില്ല. കൂട്ടിക്കൽ ഗ്രാമപഞ്ചായത്തിലേക്ക് 12ാം വാർഡിലേക്ക് മത്സരിക്കുന്ന BJPയുടെ സ്ഥാനാർത്ഥി തോമസ് വാഴപ്ലാക്കലാണ് നമ്മളോടൊപ്പം ഇന്ന് ചേരുന്നത്. അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം, എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു ഭരണസമിതിയുടെ ഇവിടുത്തെ ഭരണം? എങ്ങനെയുണ്ടായിരുന്നു? ഭരണസമിതിയിൽ ഞാൻ പൂർണ്ണ തൃപ്തനല്ല. ഇപ്പോഴത്തെ ഭരണസമിതി എന്തുകൊണ്ടാണ് തൃപ്തനല്ലാത്തത്?
എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ജനങ്ങളിൽ വേണ്ടത്ര കാര്യങ്ങളിൽ അവർ ശ്രദ്ധ പതിപ്പിച്ചിട്ടില്ല. നമ്മുടെ ഈ പ്രളയം മൂലമുള്ള പല പരാതികളുമുണ്ട്. പിന്നെ നമ്മുടെ ഗ്രൗണ്ടിൽ കൊണ്ടുവന്ന പ്രളയത്തിൻ്റെ സമയത്ത് സെൻറ്റ് ജോർജ് ഹൈസ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ കൊണ്ടുവന്ന് ഒരുപാട് മണലൊക്കെ ഇറക്കി. അതൊരു ഏതാണ്ടൊരു 4 വർഷം കഴിഞ്ഞിട്ടാണ് അത് മാറ്റിയത്. ഞങ്ങളുടെ സ്കൂളിലെ കുട്ടികൾക്ക്, ഞാൻ PTയിൽ അംഗമാണ്, ഞങ്ങളുടെ കുട്ടികൾക്ക് അത് വളരെയധികം ദോഷമുണ്ടാക്കുകയും സ്പോർട്സിന് ഒന്നാമത് നിൽക്കുന്ന സ്കൂളിലെ കുട്ടികൾ അതിനുള്ള അനുകൂല സാഹചര്യം ഇല്ലാതിരിക്കുകയും ഞങ്ങളെ PT അംഗങ്ങളുടെ കഠിന പരിശ്രമത്തിൽ ഇപ്പോൾ ആ ഗ്രൗണ്ട് ശരിയാക്കി ഈ പ്രാവശ്യം പങ്കെടുത്ത എല്ലാ ഇതിനും മികച്ച വിജയം കരസ്ഥമാക്കുകയും ചെയ്തു കുട്ടികൾ. ഇവിടുത്തെ എലക്ഷൻ ചൂട് എവിടെ വരെ എത്തി നിൽക്കുന്നു? ഇനി ആര് ഇവിടെ ഭരിക്കുമെന്നാണ് ചേട്ടന് തോന്നുന്നത്? പ്രതിപക്ഷ ഗവൺമെൻറ് തന്നെ ഭരിക്കുമെന്നാണ് ഉറപ്പായിട്ടും. അങ്ങനെ പറയാൻ കാരണം എന്താണ്? അവിടുത്തെ ഭരണപക്ഷത്തിൻ്റെ വികസനങ്ങൾ കണ്ടില്ലേ? കുട്ടിക്ക് പഞ്ചായത്ത് തന്നെയാണെങ്കിലും റോഡ്, പാലങ്ങൾ, പിന്നെ പെൻഷന്, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇടതുപക്ഷം തന്നെ LDF സർക്കാർ തന്നെ ഇനിയും ഭരിക്കും. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സജിമോനാണ് നമ്മളോടൊപ്പം ചേരുന്നത്. കൂട്ടിക്കലിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അദ്ദേഹം പറഞ്ഞു തരും. എങ്ങനെയായിരുന്നു ഇവിടുത്തെ ഭരണ നേട്ടങ്ങളെപ്പറ്റി താങ്കൾ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് പറയുവാനാണെങ്കിൽ? 2020 അധികാരത്തിൽ വന്ന ഈ ഭരണസമിതി 5 വർഷക്കാലം ജനങ്ങളുടെ ക്ഷേമവും വികസന പ്രവർത്തനങ്ങളും മാത്രം കാംക്ഷിച്ചുകൊണ്ടുള്ള ഒരു ഭരണസമിതിയായിരുന്നു. ഈ ഭരണസമിതി അധികാരത്തിൽ വരുമ്പോൾ വളരെ വെല്ലുവിളി നിറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് ഭരണസമിതി ഭരണസാരഥ്യം ഏറ്റെടുക്കുന്നത്. രാജ്യമാകെയും നമ്മുടെ നാട് മൊത്തം വന്ന കോവിഡ് എന്ന മഹാമാരി, അതിനെ പ്രതിരോധിക്കാനും കിടപ്പ് രോഗികളെയും രോഗബാധിതരായ ആൾക്കാരെയും സഹായിക്കാനും അവർക്ക് ഭക്ഷ്യക്കിറ്റുകളും ഭക്ഷണവും വീടുകളിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് എത്തിക്കാനും പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ അക്ഷീണ പരിശ്രമം നടത്താനായിട്ട് ഈ ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട്. RRT ടീമിൻ്റെ സഹായത്തോടു കൂടിയും മെമ്പർമാർ വളരെ ബുദ്ധിമുട്ടി തന്നെ ഏറ്റവും കഷ്ടപ്പെട്ട നിറഞ്ഞ ഒരു കാലഘട്ടമായിരുന്നത്. അവർ അതിനെ വളരെ കേരളം തരണം ചെയ്തതുപോലെ, കേരള ഗവൺമെൻറ് തരണം ചെയ്ത പോലെ തന്നെ പഞ്ചായത്തും അത് മരണനിരക്ക് പിടിച്ചു നിർത്താനും രോഗബാധിതരെ സഹായിക്കാനും എല്ലാം കോവിഡിൻ്റെ ആ ഒരു കാലഘട്ടമായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ്, ആ കോവിഡ് കാലഘട്ടത്തിൽ തന്നെയാണ് ജനങ്ങളെ സഹായിക്കാൻ മുൻ ഭരണസമിതി ചെയ്യാതിരുന്ന, ഗവൺമെൻറ് തീരുമാനമുണ്ടായിട്ടും മുൻ ഭരണസമിതി ചെയ്യാതിരുന്ന ജനകീയ കോട്ടയിൽ നിന്ന് അത് യുദ്ധകാലാടിസ്ഥാനത്തിലാണ് ഈ ഭരണസമിതി അധികാരത്തിൽ വന്നപ്പോൾ കോവിഡ് ബാധിതരെ സഹായിക്കാൻ തുടങ്ങിയത്. 20 രൂപയ്ക്ക് ഊണ് കൊടുക്കുന്ന ആ ജനകീയ കോട്ടയിൽ ഇന്നും ഈ 5ാം വർഷത്തിലും വളരെ ഭംഗിയായിട്ട് കൂട്ടിക്കലിൻ്റെ ഭക്ഷണം, അതായത് പാവപ്പെട്ട ആൾക്കാർക്ക് ഭക്ഷണം കഴിക്കത്തക്ക രീതിയിലുള്ള ആ ഒരു കാര്യം മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ 2021 ഒക്ടോബർ മാസം 16-ാം തീയതി ഉണ്ടായ പ്രളയമാണ് കോവിഡിന് ശേഷം ഈ ഭരണസമിതി നേരിട്ട ഏറ്റവും വലിയ പ്രശ്നം. നാടും നഗരവും അല്ലെങ്കിൽ എല്ലാ പ്രധാനപ്പെട്ട ടൗണുകൾ വെള്ളത്തിൽ മുങ്ങുകയും പൊക്കപ്പുറമുള്ള പ്രദേശങ്ങൾ ഉരുൾപൊട്ടുകയും വീടുകൾ നഷ്ടപ്പെടുകയും ഭവനരഹിതരാകുകയും വളർത്തുമൃഗങ്ങൾ നഷ്ടപ്പെടുകയും രേഖകൾ നഷ്ടപ്പെടുകയും അങ്ങനെ എല്ലാ രീതിയിലും ഈ ഒരു നൂറ്റാണ്ടിൽ ഈ കുട്ടിക്ക പഞ്ചായത്തിൻ്റെ നമ്മുടെ പൂർവികർ നേടിയെടുത്തതൊക്കെയും ഒരു ദിവസം കൊണ്ട് ഒഴുകിപ്പോകുന്ന ആ ഒരു സാഹചര്യം വളരെ വെല്ലുവിളി നിറഞ്ഞതായിരുന്നു. വളരെ സങ്കടകരമായ അത് നമ്മൾ തരണം ചെയ്തത് ഗവൺമെൻറ്റിൻ്റെ, പ്രത്യേകിച്ച് മന്ത്രിമാരുടെ, മുഖ്യമന്ത്രിയുടെ ഉൾപ്പെടെ ജില്ലയുടെ ചുമതലയുള്ള വാസവൻ ചേട്ടൻ ഉൾപ്പെടെയുള്ള റോഷി അഗസ്റ്റിൻ, കെ രാജൻ ഉൾപ്പെടെയുള്ള മന്ത്രിമാർ ഇവിടെ നമ്മളെ സഹായിക്കാനും മറ്റും ഇവിടെ വന്ന് തങ്ങിക്കൊണ്ട് ഇതിന് പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചു. MLA സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ ഇതിന് മുന്നിട്ട് നിന്ന ഒരു പഞ്ചായത്ത് മെമ്പറെ പോലെ മുന്നിട്ട് നിന്ന ഒരു MLA ആണ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ. അദ്ദേഹത്തിൻ്റെ ആ ഇടപെടലിൽ ഒരു പരിധിവരെ നമുക്ക് ഈ പ്രളയാനന്തര പ്രവർത്തനങ്ങളിൽ നമുക്ക് വളരെയധികം സഹായകരമായിട്ടുണ്ട്. ഇനി വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിൽ പൂഞ്ഞാറിൽ നിന്നും സെബാസ്റ്റ്യൻ കുളത്തിങ്കലും PC ജോർജ് നിന്നാൽ ആർക്കായിരിക്കും ചാൻസ്? ഒരു സംശയം വേണ്ട. ഇപ്പോൾ നിലവിൽ സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ വിജയിച്ച ഏകദേശം 17,000-ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ്. ആ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചുകൊണ്ട് അത് ഇരട്ടി ഭൂരിപക്ഷമാക്കിക്കൊണ്ട് അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ ഇവിടെ വിജയിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഒരിക്കലും വിജയിക്കത്തില്ല. കാരണം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനവും സെബാസ്റ്റ്യൻ കുളത്തിങ്കലിൻ്റെ ഈ 5 വർഷമാകുന്ന സമയത്തെ പ്രവർത്തനവും ജനം വിലയിരുത്തിയിട്ടുണ്ട്. 21 പിന്നെ പ്രളയത്തിൽ പഞ്ചായത്തിൽ നിന്ന് ഞങ്ങൾക്ക് കടകൾക്ക് വേണ്ടിയിട്ട് യാതൊരു ആനുകൂല്യങ്ങളും ഞങ്ങൾക്ക് തന്നിട്ടില്ല. 10 പൈസ പോലും ഞങ്ങൾക്ക് ഇതുവരെ ആരും അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ പിന്നെ വ്യാപാരികളുടെ സംഘടന ഞങ്ങൾക്ക് എല്ലാ കടകൾക്കും 5,000-10,000 രൂപ വെച്ച് ഞങ്ങൾ കൊടുത്ത പൈസ അങ്ങനെ ഫണ്ടും കൂടി ഇട്ട് ഞങ്ങൾക്ക് എല്ലാ കടകൾക്കും വിതരണം ചെയ്തു. 150 കടകളുള്ള ടൗണാണ്. ആ സമയത്ത് സെക്രട്ടറി ആയിരുന്നു ഞാൻ. അതെ. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ഒരു ചെറിയ ഫണ്ടും കൂടെ വ്യാപാരി വ്യവസായികളുടെ കയ്യിൽ നിന്ന്, ഞങ്ങളുടെ കൂട്ടിക്ക യൂണിറ്റിൻ്റെ കയ്യിൽ നിന്ന് 2 ലക്ഷം രൂപ ഫണ്ടും കൂടെ ഇട്ടാണ്
ഞങ്ങൾ അന്ന് വ്യാപാരി വ്യവസായ കോട്ടയം ജില്ല യൂണിറ്റിൻ്റെ കൂടെ ഫണ്ടും കൂടെ ചേർത്ത് ഉള്ളൊരു ഫണ്ട് മാത്രമാണ് അന്ന് ഞങ്ങൾക്ക് കിട്ടിയത്. നിലവിൽ നഷ്ടം സംഭവിച്ചിരുന്നു ആ ഒരു പ്രളയത്തിൽ. നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ കടയ്ക്ക് മുകളിൽ കൂടി വെള്ളം കയറിപ്പോയൊരവസ്ഥയായിരുന്നു. സിമെൻറ്റ് കടയായിരുന്നു. ഒരു 15-20 അടി പൊക്കത്തിൽ വെള്ളം കയറി കട മൊത്തം മൂടി. ഈ പഞ്ചായത്തിൻ്റെ കെട്ടിടത്തിൻ്റെ ബിൽഡിങ്ങിൻ്റെ പകുതി 2 നില ബിൽഡിങ്ങാണ്, അതിൻ്റെ 1 നില മൂടിപ്പോയ അവസ്ഥയായിരുന്നു ഇവിടെ. ആ സമയത്ത് ഇതുപോലെ വലിയ ദുരന്തമുണ്ടായിട്ട് പഞ്ചായത്തിൽ നിന്ന് ഞങ്ങൾക്ക് 1 രൂപ പോലും ഈ കടകൾക്ക് ആർക്കും കൊടുത്തിട്ടില്ല. കൂട്ടിക്കൽ ഗ്രാമപഞ്ചായത്തിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. കൂട്ടിക്കൽ ഗ്രാമപഞ്ചായത്ത് LDF ആണ് കഴിഞ്ഞ 5 വർഷം ഭരിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ സാരഥിയായിട്ടുള്ള ബിജോ ജോസാണ് ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത്. എങ്ങനെയായിരുന്നു ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങളൊക്കെ? എങ്ങനെ ഒറ്റ വാക്കിൽ പറയാൻ പറ്റിയാൽ എങ്ങനെ പറയും? കൂട്ടിക്കൽ പഞ്ചായത്ത് ഏറ്റവും മനോഹരമായ ഒരു ഗ്രാമം, ഒരു പ്രദേശം അടങ്ങുന്ന കൂട്ടിക്കൽ ഗ്രാമപഞ്ചായത്ത് 2021 വലിയ ഒരു പ്രളയമുണ്ടായി. അങ്ങനെ ഒരു നാശനഷ്ടം സംഭവിച്ച ഒരു പഞ്ചായത്ത് അല്ലെങ്കിൽ ദുരന്ത സൂചനയായിട്ടാണ് കൂട്ടിക്കലിനെ പലപ്പോഴും കാണാറുള്ളത്. ഞങ്ങളെ സംബന്ധിച്ച് പറയാനുള്ളൊരു അതിജീവനത്തിൻ്റെ പാതയിൽ കഴിഞ്ഞ 4 വർഷം കൊണ്ട് നഷ്ടപ്പെട്ടതെല്ലാം പുനരുദ്ധരിച്ച അല്ലെങ്കിൽ അതിനേക്കാൾ 10 മടങ്ങ് മേന്മയോടെ പുനർസൃഷ്ടിച്ച ഒരു പഞ്ചായത്തിനെയാണ് ഞങ്ങൾക്ക് ജനങ്ങളുടെ മുമ്പിൽ വരച്ച് കാട്ടുവാനായിട്ടുള്ളത്. നമുക്കറിയാം 2021 ഒക്ടോബർ 16-നുണ്ടായ ആ വലിയ പ്രളയത്തിൽ നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെ അതുവരെ ഉണ്ടായിരുന്ന നമ്മുടെ പാലങ്ങൾ, റോഡുകൾ ഉൾപ്പെടെ മുഴുവൻ തകർന്നു പോയ ഒരവസ്ഥയുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ വിലപ്പെട്ട 13 ജീവനുകൾ നഷ്ടപ്പെട്ട ഒരവസ്ഥയുണ്ടായിരുന്നു. ധാരാളം വീടുകൾ വെള്ളം കയറി നഷ്ടപ്പെട്ടു പോയൊരു സാഹചര്യം, ആൾക്കാർ ഭീതിയോടെ കൂട്ടിക്കലിനെ കണ്ട ഒരു കാലഘട്ടമായിരുന്നു. അവിടെ നിന്ന് ആ സമയത്തെല്ലാം ഞങ്ങൾക്ക് വലിയ ആശങ്കയുണ്ടായിരുന്നു, എങ്ങനെ നമുക്ക് കൂട്ടിക്കലിനെ തിരിച്ചു പിടിക്കാൻ സാധിക്കുമെന്ന്. നമുക്കറിയാം, അത് നമ്മുടെ ജനങ്ങളെല്ലാവരും, ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും മത സാമൂഹ്യ രാഷ്ട്രീയ സംഘങ്ങളെല്ലാം ഒറ്റക്കെട്ടായി നിന്നു. അതുപോലെ സംസ്ഥാന സർക്കാരിൻ്റെയും ബഹുമാനപ്പെട്ട MLAയുടെയും ഒക്കെ വലിയ പരിശ്രമം ഉണ്ടായി. അങ്ങനെ നമുക്ക് നഷ്ടപ്പെട്ടതെല്ലാം ഒന്നൊന്നായി നമ്മൾ തിരിച്ചു പിടിച്ചു. ഏറ്റവും പ്രധാനം നമ്മുടെ മുണ്ടക്ക വിളങ്കാട് വാഗമൺ റോഡായിരുന്നു. അതിൻ്റെ ആദ്യഘട്ടത്തിലെ പണി പൂർത്തിയാകുന്ന സാഹചര്യത്തിലാണ് നമുക്ക് ഈ ദുരന്തമുണ്ടാകുന്നത്. അതിനുശേഷം ആ പണികൾ വല്യാന്ത കൊണ്ട് പൂർത്തിയാക്കുകയും അതിനുശേഷമുള്ള വാഗമണിലേക്കുള്ള 7 കിലോമീറ്റർ ദൂരത്തിന് ആവശ്യമായ ഫണ്ട് ബഹുമാനപ്പെട്ട സംസ്ഥാന ഗവൺമെൻറ് നിന്ന് അനുവദിപ്പിച്ച് അതിൻ്റെ 17 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുവാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ നേട്ടം. കാരണം ടൂറിസം രംഗത്ത് വലിയ സാധ്യതകൾ ഈ പഞ്ചായത്തിന് തുറന്നു കൊടുക്കുന്ന ഒരു വലിയ സംവിധാനമാണ് നമ്മുടെ ഈ വിളങ്കാട് വാഗമൺ റോഡ് എന്ന് പറയുന്നത്. കാരണം വാഗമണിലേക്ക് ഏറ്റവും ചുരുങ്ങിയ ദൂരത്തിൽ ആൾക്കാർക്ക് സഞ്ചരിക്കുവാൻ പറ്റുന്ന ഏകപാത എന്ന് പറയുന്നത് കൂട്ടിക്കൽ ഇളങ്കാട് വാഗമൺ റോഡാണ്. അതുപോലെ തന്നെ നിരവധി പാലങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയിരുന്നു. മുക്കുളം പാലം, ഇളങ്കാട് ടൗൺ പാലം, മ്ലാക്കര പാലം, മൂപ്പന്മല പാലം, ഇങ്ങനെ നിരവധി പാലങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയി. അതെല്ലാം നമുക്ക് സമയബന്ധിതമായി സർക്കാരിൻ്റെ വലിയ പരിശ്രമത്തിൻ്റെ ഫലമായി നമുക്ക് വീണ്ടെടുക്കുവാനായിട്ട് സാധിച്ചു. അതുപോലെ ഇവിടുത്തെ ജനങ്ങളെ, പ്രാദേശികമായിട്ട് ഭീതിയിലായിരുന്ന ജനങ്ങളെല്ലാം നമുക്ക് പുനരധിവസിപ്പിക്കാൻ സാധിച്ചു. ദുരന്ത ബാധിച്ച ആൾക്കാരെ മാത്രമല്ല, ദുരന്ത സാധ്യതാ മേഖലകളിലുണ്ടായിരുന്ന ആൾക്കാരെ പോലും നമുക്ക് രാഷ്ട്രീയ സംഘടനകളുടെയും സന്നദ്ധ സംഘടനകളുടെയും എല്ലാം സഹായത്തോടെ നമുക്ക് പുനരധിവസിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ പഞ്ചായത്തിൻ്റെ നേട്ടം. ഇതൊക്കെ നേരിട്ട് പഞ്ചായത്ത് ചെയ്ത പദ്ധതികളല്ല എങ്കിൽ പോലും ഇതെല്ലാം ഇതിൻ്റെ ഏകോപനവും ഇതിൻ്റെ കാര്യങ്ങളുടെ നടത്തിപ്പും എല്ലാം പഞ്ചായത്തിൻ്റെ ഒരു മേൽനോട്ടത്തിലും പഞ്ചായത്തിൻ്റെ സഹകരണത്തോടു കൂടിയുമാണ് ചെയ്യാൻ സാധിച്ചത്. തന്നെയുമല്ല, രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളെയും ഒറ്റക്കെട്ടായി കണ്ട് മുന്നോട്ട് പോകാൻ സാധിച്ചു എന്നുള്ളതാണ് നമ്മുടെ ഈ പഞ്ചായത്തിൻ്റെ ഏറ്റവും വലിയ ഒരു നേട്ടം എന്ന് പറയുന്നത്.